പണിക്കർ ഹിയർ ഇൻസൈഡ് മൈ ഹൗസ്. ഇപ്പം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വീട്ടിലാണ്, സഹദേവ മന്ദിരം. ഇവിടെ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിലിരിക്കുന്നത്. നമ്മളോട് എന്താണ് പറയുന്നത്, ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ ക്യാമറ നിരന്തരം ഓഫ് ചെയ്യുക, നമ്മുടെ കണ്ട ആണുങ്ങളെല്ലാം സദാനന്ദ മന്ദിരത്തിന് 2 വീടുകളിലായിട്ട് കയറി വെച്ചുകൊണ്ട് നമ്മുടെ ക്യാമറ ഓഫ് ചെയ്തവന്മാർ വരുന്ന സമയത്ത് ക്യാമറ ഓഫ് ചെയ്യുക. എന്നിട്ടങ്ങ് ഡ്രാമകളാണ്, അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഡ്രാമയാണ്. ആരുടെയോ കൂടെ നിൽക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സദാനന്ദം അവിടെ കയറി ആരുടെ കൂടെയോ ഞാൻ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കഥകളാണ്. എന്നിട്ട് നമുക്ക് വണ്ണം കൂട്ടി വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ണം കൂടുമ്പം ഇവിടെ വേറെ ആരോ ആണ്, ഞാൻ വേറെ എവിടെയോ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വണ്ണമൊന്നുമില്ല. ഇങ്ങനെ കുറേ പൊണ്ണിച്ച കുറേ അവളുമാരുണ്ട്. അതുപോലെ ഒരു പാർവതി എന്ന് പറഞ്ഞൊരു മാളേക്കലെ ഒരവൾ. നമുക്ക് ഇവളോടൊന്നും നമ്മൾ ഒരു ദ്രോഹത്തിനും പോയിട്ടില്ല. ഇവളൊക്കെ നമ്മളെ കൊണ്ട് കഥയുണ്ടാക്കാനായിട്ട് ഈ ക്രിമിനൽസിനെയൊക്കെ അങ്ങ് സപ്പോർട്ട് ചെയ്യുക. അവിടെ ഒരു ആങ്ങളെയും, ഇവിടെ ആങ്ങളെയൊന്നും പിടിക്കാൻ ഞാൻ പോകുന്നില്ല. ഇവിടെ ആങ്ങളെ എവിടാണെന്നോ എന്താണെന്നോ പോലും നമുക്കറിയത്തില്ല. നമ്മുടെ തോളയിൽ ഇങ്ങനെ തൂങ്ങാനായിട്ട് വരിക. അങ്ങനെ പല കുറേ എണ്ണം കൊണ്ട് ഇങ്ങനെ അങ്ങ് ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കും. ഇവനൊക്കെ ഏതാണെന്ന് പോലും നമുക്കറിയത്തില്ല. ഇവനോടൊന്നും നമ്മൾ മിണ്ടിയിട്ട് പോലും ഇല്ല. ഇവരങ്ങ് ഇങ്ങനെ കുറേ കഥകളങ്ങ് ഉണ്ടാക്കി അങ്ങ് സാങ്കല്പിക കഥകളുണ്ടാക്കി അങ്ങ് കാശടിക്കാൻ നടക്കുക. കുറേ തനിനിറ കഥകളും മറ്റേ കഥകളും. നമ്മൾ LLB ഡിഗ്രി വെച്ച്, എൻ്റെ LLBയും MBA ഒക്കെ വെച്ചിട്ട് ഇവന്മാർക്ക് എന്തൊക്കെയോ കാശ് മോട്ടിക്കണം. ജോബ് ലോസ് ഇൻഷുറൻസ്, മറ്റേത് മറിച്ചേത്, അതിനുവേണ്ടി നമ്മൾ മയക്കുമരുന്ന് അടിക്കുന്നു, കള്ള് കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഥകളുണ്ടാക്കിയാണ് നമ്മളിവിടുന്ന് പിടിച്ചുകൊണ്ട് പോവുക. ഇവന്മാർ വിചാരിച്ച് എൻ്റെ അങ്ങനെ മയക്കുമരുന്നും കള്ള് കുടിക്കുന്ന കഥകളും ഒക്കെ ഉണ്ടാക്കി ഇവന് എൻ്റെ പ്രമാണമൊക്കെ അടിച്ചു മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് 2019 കുറേ ഡ്രാമ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ നടത്തി. പക്ഷേ ഇവിടെ കയറിയപ്പം എൻ്റെ പ്രമാണമൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് ഞാൻ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇവന്മാർക്ക് കിട്ടിയോ? അപ്പോൾ ഇവന്മാർക്ക് കിട്ടിയില്ല. ഇവന്മാരിങ്ങനെ കള്ളത്തരവുമായിട്ട് കുറേ അവിടെ ഇവിടെയെല്ലാം കയറി നടന്ന് അവർ ചോദിച്ചു, എന്തിയെ നിങ്ങൾ പറഞ്ഞല്ലോ പ്രമാണം ഇതൊക്കെ എന്നിട്ടൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് അവസാനം കഥ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ കുറേ ഒരു അജേഷ് എന്ന് പറയുന്നവനെ, ഒരു വൈദ്യരുടെ മോനെ അജേഷ് എന്ന് പറയുന്നവൻ ഇവിടെ എൻ്റെ വീട്ടിൽ കയറ്റി എൻ്റെ പാസ്പോർട്ട് എടുത്തുകൊണ്ട് പോയിട്ട് കഥകളുണ്ടാക്കാൻ ശ്രമിച്ചു. ഞാൻ കൊണ്ടുപോയി ഇവിടെ കേസ് കൊടുത്ത്. എൻ്റെ മേശപ്പുറത്ത് വെച്ചിരുന്ന പാസ്പോർട്ടാണ് പാസ്പോർട്ട് വെച്ച് 10,000 രൂപ എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾ കൊണ്ട് കേസ് കൊടുത്ത് കുറത്തേയാട് പോലീസ് അവൻ്റെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നു. ഇങ്ങനെ കള്ളക്കഥകളും ഉണ്ടാക്കി ഇങ്ങനെ നടക്കുക. അവനെ ഇപ്പം ആൾക്കാർ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇവിടെ വലിയ കൂണ്ടായുസമാണ്. തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കൽ, അങ്ങനെ പല പല വേലകളാണ്. എന്നെ ഇതുപോലെ കൊന്ന് കെട്ടിത്തൂക്കാന്നാണ് ഇവന്മാർ വിചാരിച്ചത്. ഇവന്മാരെന്നെ ഇനി തൊട്ടാൽ വിവരം അറിയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തൊട്ടാൽ ആ കളി അങ്ങ് വിവരം അറിയുന്ന കളിയായിരിക്കും ഇവന്മാർ. അതുപോലാവും കളിയൊക്കെ ഇവന്മാരുടെ. ശരിക്കും മനസ്സിലായില്ലേ? ഇവന്മാർ പെണ്ണുങ്ങളെ അങ്ങ് ഇതാക്കിപ്പോയി. പെണ്ണുങ്ങളുടെ അങ്ങ് ഗൂണ്ടായുസം. ഇവന് നല്ല ശരിക്ക് കിട്ടിയെന്നാണ് പറയുന്നില്ലേ സുബ്രഹ്മണ്യന്. ചെവിക്കുറ്റി തീർത്ത് കിട്ടിയെന്നാണ് പറയുന്നത്.